രണ്ടു ദിവസമായിട്ട് തീരെ വയ്യാതിരുന്നു. തീരെ വയ്യാന്ന് പറഞ്ഞാൽ തൊണ്ട ചുമ വന്നു, ഭയങ്കരമായിട്ടുള്ള പ്രശ്നം, ശബ്ദം പോയി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എന്തായിരിക്കും പ്രശ്നം. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയി നോക്കി, ഡോക്ടർമാർക്കൊന്നും എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സംഭവം ചുമയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ശബ്ദം പോകുന്നുണ്ട്, ഇപ്പം തന്നെ അത് ശരിയായി വരുന്നുള്ളൂ. അപ്പോൾ അത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് വലിയൊരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുക. എന്ത് ചെയ്യണം എന്നറിയില്ല. നമ്മളാണെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് പല വിമർശനം നടത്തുന്നുണ്ട്. CM വലിയുള്ളതിൻ്റെ കറാമത്ത് പറയുന്ന ആൾക്കാരെ കുറിച്ച് പലതും നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ 1-2 വർഷമായിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതുവരെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇതെന്തായിരിക്കും? അതിനേക്കാളും എന്തോ ഒരു കൂടിയൊരു പ്രശ്നം. ഇനി അള്ള നേരിട്ട് ഇറങ്ങി പണി തുടങ്ങിയോ എന്ന് വരെ എനിക്കൊരു സംശയം തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സംഗതി പണി എവിടുന്നുമല്ല, പുറത്തുനിന്നൊന്നുമല്ല, നമ്മളെ നാട്ടിൽ നിന്നാണ്, മണ്ണാർക്കാട് നിന്നാണ്. മണ്ണാർക്കാട്ടത്തെ ഒരു തങ്ങളുണ്ട്. ആ തങ്ങളുടെ ഊരും പേരും വാലും ചൂരും ഒന്നും എന്നോട് ചോദിക്കരുത്. പക്ഷെ ആ തങ്ങളെ കുറിച്ച് ഞാൻ ഇടയ്ക്ക് 1-2 വീഡിയോ ചെയ്തിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ചിലപ്പോൾ ഈ തങ്ങളുപ്പാപ്പാൻ്റെ എന്തോ ഒരു പ്രശ്നമാണ്. കാരണം മറ്റുള്ള ആൾക്കാരെ പറയുന്ന പോലെ അല്ല. തങ്ങളുപ്പാപ്പാനെ പറയുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ഏത് തങ്ങളുപ്പാപ്പാന്നല്ലേ? നൂറെ ഹബീബി. നൂറെ ഹബീബി തങ്ങളെ പറയുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം നൂറെ ഹബീബി തങ്ങളെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ, ഓലെ വിഷമിപ്പിച്ചാൽ, പ്രത്യേകിച്ച് ഉസ്താദിൻ്റെ ഭാഷ പറഞ്ഞ പോലെ വേട്ടയാടിയാൽ പടച്ചോൻ പണി കൊടുക്കുന്നതാണ്. ഞാനറിയാൻ വൈകിപ്പോയി. അല്ലെങ്കിൽ ഞാൻ വെറും ഈ CM-നെയൊക്കെ വിമർശിച്ച്, അല്ലെങ്കിൽ നമ്മൾ കാന്തപുരം ഉസ്താദിനെയൊക്കെ വിമർശിച്ച് പോയേനെ. ഇതിപ്പോൾ എന്താ ചെയ്യുക? ഒന്നും പറയണ്ട, വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അപ്പോൾ എനിക്കങ്ങനെ അത് മനസ്സിലായി എന്നല്ലേ? നിങ്ങൾ കേട്ടോളി, ഉസ്താദ് തന്നെ പറയേണ്ടത്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ മജ്ലിസ് ഇൻഷാ അല്ലാഹ് ഇത് വല്ലാത്തൊരു ബർക്കത്തുള്ള മജ്ലിസാണ്. ഈ മജ്ലിസിനെ ഇന്ന വേട്ടയാടിയതല്ലോ, ഇന്ന വേട്ടയാടിയതല്ല. ഈ മജ്ലിസിനെ ആരൊക്കെ വേട്ടയാടിയിട്ടുണ്ടോ അവർക്കൊക്കെ റബ്ബ് പണിങ്ങനെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടാ. ആരൊക്കെ ഇതിനെ വേട്ടയാടിയിട്ടുണ്ടോ റബ്ബ് ഇന്ന നമ്മളെ വേട്ടയാടിയതൊന്നും പ്രശ്നമില്ല. എത്ര പേരാണ് എത്ര പേരാണ് എത്ര പേരാണ് എത്ര പേരാണ് എത്ര പേരാണ് എത്ര പേരാണ്? ഞാൻ ഒരാൾ. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ഉള്ളവർ പറയട്ടോ. അത് നമുക്ക് വേറെ എല്ലാ ഉസ്താദന്മാരെയും വിമർശിക്കാം, വേറെ ഏത് തങ്ങന്മാരെ വേണമെങ്കിൽ പറയാം. ഇതപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബയാർ തങ്ങളെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോ വരാനുണ്ട്. CM-നെ കറാമത്ത് പറയണ മൂല്യന്മാരെയൊക്കെ നമ്മൾ പരിഹസിക്കാറുണ്ട്. പരിഹസിക്കാൻ തന്നെയാണ് അതിന് പറയുക. കാരണം പരിഹാസ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരിഹസിക്കാം. പക്ഷെ നമ്മൾ ഈ മുറ്റത്തെ മുല്ലക്ക് മണല്ല എന്ന് പറഞ്ഞ ഒരു മണ്ണാർക്കാട് നമ്മൾ ഒരേ നാട്ടുകാരായിട്ട് ഈ തങ്ങൾപ്പാപ്പാൻ്റെ ആ കറാമത്ത്, ആ കഴിവ്, അല്ലെങ്കിൽ അള്ളാഹിനോടുള്ള ഒരു അടുപ്പം, മുത്തുനബിൻ്റെ കുടുംബത്തിനോടുള്ള ആ ഒരു ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോയി. എൻ്റെ വീഴ്ചയാണ്, ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എന്തായാലും പറ്റിപ്പോയില്ലേ പാപ്പ, നിങ്ങളെക്കുറിച്ച് പറഞ്ഞും പോയി. തങ്ങൾ പാപ്പാനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നൂറെ ഹബീബി കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞു പോയി. അതാണ് സംഭവം. നൂറെ ഹബീബി കുടുംബം എന്താണ് ഈ നൂറെ ഹബീബി പരിപാടി? ഇതൊക്കെ പറഞ്ഞതിൻ്റെ ആയിരിക്കും. കാരണം നൂറെ ഹബീബിനെ പറഞ്ഞവർക്കൊക്കെ പടച്ചോൻ പണി കൊടുത്തു എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇത് എന്നാ ശരിയാവുക, എങ്ങനെ ശരിയാവുക? ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട്, അല്ലെങ്കിൽ ഈ തങ്ങൾ പാപ്പാൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് പൊരുത്തപ്പെടിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പർ തരണം. തങ്ങൾ പാപ്പാനെ ഒന്ന് കാണണം, ഒക്കെ ഒന്ന് പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിക്കണം. എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കും വേണം. നിങ്ങൾ ബാക്കിയുള്ളവരൊന്നും കാര്യം എനിക്കറിയില്ല. എത്ര പേരാണ്, അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ എൻ്റെ കാര്യം ഒന്ന് പഠിച്ചവനോട് പറഞ്ഞ് നേരാക്കി തരണം. അറിയോ, ഒരു ഉസ്താദ് വല്ലാതെ വേട്ടയാടി. ഉസ്താദ് സുബ്ഹാനല്ലാഹ്, ഉസ്താദ് വേട്ടയാടി. അലിമീകളാണ് പുല്ല് വേട്ടയാടിയത്. എല്ലാവർക്കും ഉള്ള പണി കൊടുത്തു തുടങ്ങി. ഇതിന്റെ കറാമത്തിന്റെ അല്ല. അങ്ങനെയൊന്നും പറയില്ല. നിങ്ങളെ കറാമത്തല്ല നിങ്ങൾ എങ്ങനെ പറയാ? കാരണം ഇപ്പോൾ എത്ര ആൾക്കാരെല്ലാവരും വിമർശിക്കുന്നുണ്ട്, അവർക്കൊന്നും ഇപ്പോൾ ഇങ്ങനത്തെ പണി കിട്ടുന്നില്ലല്ലോ. പക്ഷെ നൂറെ ഹബീബിനെ വിമർശിക്കുമ്പോൾ അള്ള പണി കൊടുത്ത് തുടങ്ങണു എങ്കിൽ അത് നിങ്ങളെ കറാമത്ത് തന്നെയാണ്. നിങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കൂല, അത് നിങ്ങളെ കറാമത്ത് തന്നെയാണ്. നിങ്ങൾ അങ്ങനെ അല്ല എന്ന് പറയരുത്. നിങ്ങൾ എത്ര ആളുടെ ആശയും ആവേശവുമാണ്, എത്ര ആൾക്ക് ആശ്വാസമാണ്. നിങ്ങളങ്ങനെ പറയല്ലേ. ഒരൗലിയ പാപ്പയും തൻ്റെ കറാമത്തുകളെ സ്വയം നിഷേധിക്കരുതില്ല. നിങ്ങളും അത് ചെയ്യരുത് കേട്ടോ. അതുകൊണ്ട് ഉസ്താദിൻ്റെ അടുത്ത് ഞാൻ എന്തായാലും വരും. നമുക്കൊന്ന് കാണണം ഉസ്താദെ. പിന്നെ നിങ്ങൾ പറഞ്ഞ ആലിമീങ്ങളാണ് കൂടുതലും നിങ്ങൾക്ക് പണിത്, മീൻസ് വേട്ടയാടുന്ന ആലിമീങ്ങൾക്ക് അല്ലെങ്കിലും ഒരാൾ നന്നാവണ കണ്ടുകൂടല്ലോ. ഓൽക്ക് ഈ മദ്രസത്തെ ശമ്പളവും ഈ പള്ളിക്കത്തെ ശമ്പളവും ഈ മൗലൂദിന് പോകുമ്പോഴത്തെ കൈമടക്കുമായിട്ട് അങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും ഒരാൾ വലിയ വലിയ
പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കയറിപ്പോയി വലിയ വരുമാനവും വലിയ സദസ്സുകളും ഒരുപാട് ആളുകളും ഈ പിന്നെ നൂറെ ഹബീബി പോലത്തെ വലിയൊരു ഫാമിലിയും ഒക്കെ ആയി വരുമ്പോൾ ഇപ്പം തന്നെ ഉസ്താദ് എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എത്ര കുട്ടികളെ കെട്ടിച്ചു, എത്ര കുട്ടികളില്ലാത്ത ആളുകൾക്ക് കുട്ടികളുണ്ടായി കൊടുത്തു. അപ്പോൾ കുട്ടികളുണ്ടായ ആൾക്കാർ സന്തോഷത്തിൽ ചിലപ്പോൾ ഒരു 2 പവൻ്റെ വളയോ 3 പവൻ്റെ വളയൊക്കെ കൊണ്ടുത്തരും. അതല്ലാതെ ഇപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഉസ്താദുമാർക്ക് സഹിക്കൂലന്നേ. അതുകൊണ്ടാണ് ഈ ആലിമീങ്ങൾ നിങ്ങളെ കുറ്റം പറയുന്നത്. അത് നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾ ശരിയായ വഴിയിലാണ്, നിങ്ങളത് അങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. എൻ്റെ അടുത്ത് വന്നൊരു പിഴവുണ്ട്, അത് ഞാൻ എന്തായാലും നിങ്ങളെ കാണുമ്പോൾ നേരിട്ട് കണ്ട് പൊരുത്തപ്പെടിപ്പിക്കുക എന്നാ വിചാരിക്കണതേ. നമ്മളൊക്കെ മണ്ണാർക്കാട്ടുകാരല്ലേ, നമുക്ക് മണ്ണാർക്കാട് നിന്ന് കാണാം. പരിയാരം മെഡിക്കൽ കോളേജില് നമ്മൾ ഒരുപാട് വേട്ടയാടിയ ഒരാള് തലക്ക് ട്യൂമർ വന്നിട്ട് സുബ്ഹാനല്ലാഹ് തലക്ക് ട്യൂമർ വന്ന് കിടക്കുന്നുണ്ട്. തങ്ങൾ പാപ്പ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. എൻ്റെ കാലിൻ്റെ താഴെ ഒരു ട്യൂമർ വന്നിട്ടുണ്ട്. അതും നിങ്ങളെ പ്രാക്കാണോ? ഇതൊന്നും താങ്ങാനുള്ള കെൽപ്പില്ലട്ടില്ല തങ്ങൾ പാപ്പ. ഒച്ച പോയപ്പോഴത്തേക്കും ഞാൻ വല്ലാണ്ട് കഷ്ടപ്പാടിലാണ്. പിന്നെ ആലിമീങ്ങൾക്കൊക്കെ തലയിൽ ട്യൂമറുകൾ അള്ളാൻ്റെ പണി കൊണ്ട് കിട്ടുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. നിങ്ങളെപ്പോലത്തെ ഒരു തങ്ങൾ പാപ്പാനെ ആലിമീങ്ങളായ പോലെ കുറ്റം പറയാൻ പാടുണ്ടോ? അഹ്ലു ബൈത്തിനെ കുറ്റം പറഞ്ഞാൽ പറ്റുമോ? പഠിച്ചോ വെറുതെ വിടുമോ? അതുകൊണ്ടായിരിക്കും. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ കാലിമത്തൻ്റെ ട്യൂമർ നിങ്ങൾ മാറ്റി തരണം. ഞാൻ വരാം. നിങ്ങൾ ആരും പ്രാകരുത് കേട്ടോ. ഇജാതി കറാമത്ത് ജീവനോടെ ഇരിക്കുമ്പോൾ നിങ്ങൾ കാണിച്ചിട്ട് ആൾക്കാർ വിഷമിച്ച്, നിങ്ങൾക്ക് അത് കാണുമ്പോൾ വിഷമാവൂലേ, സങ്കടാവൂലേ? നിങ്ങളൊന്നുമില്ലെങ്കിൽ ഒരു തങ്ങൾ പാപ്പയല്ലേ. നിങ്ങൾ എത്ര ആളുടെ പ്രശ്നം തീർത്ത് കൊടുക്കുന്ന ആളാ. നിങ്ങൾ കാരണം വേറൊരാൾക്ക് പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്ക് അതിന് സന്തോഷിക്കാൻ പറ്റുമോ? എത്ര പേരാണ് പൊരുത്തപ്പെടിക്കും നാളെ പറഞ്ഞാൽ എത്ര ആളാ. പക്ഷെ നമ്മൾ ആരെയും ശപിച്ചിട്ടൊന്നുമില്ല, നമ്മൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ അള്ള സ്വന്തം ഇഷ്ടത്തിന്. നൂറെ ഹബീബി തങ്ങളെ പറയണതിൽ കെർവിച്ചിട്ട് അള്ള ചെയ്യണതാണ്. അവ നേരിട്ട് ചെയ്യണം. അപ്പൊ നിങ്ങളൊരു പവർ എന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് കാര്യമില്ല. ഇതൊക്കെ അള്ള കണ്ടറിഞ്ഞ് ചെയ്യണതായിരിക്കും അല്ലേ. പക്ഷെ ആരൊക്കെ വേട്ടയാടിയിട്ടുണ്ടോ ദുനിയാവിലും മാത്രമല്ല, അവനക്ക് സ്വർഗത്തിന്റെ പരിമളം അടിക്കണമെങ്കിൽ, അവൻ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ഞാൻ ചെയ്ത തെറ്റ് ദുനിയാവിൽ നിന്ന് മാത്രമല്ല ആഖിറത്തിനും പറയേണ്ടി വരും. ഇവിടുന്നും തീരൂല, ആഖിറം വരെ പോകും. പക്ഷെ എൻ്റെ കാര്യത്തിൽ ആ പ്രശ്നമല്ല തങ്ങൾ പാപ്പ. എനിക്ക് ആഖിറത്തൊന്നും വേണ്ട. ആഖിറത്തിൽ ഇനിയിപ്പോൾ ഉള്ളത് ഞാൻ വാങ്ങിക്കോളാം. അതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ CM പറയുന്നുണ്ട്, മുഹമ്മദ് നബീനെ കുറിച്ച് വിമർശിക്കുന്നുണ്ട്, അള്ളാഹിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ഉള്ളത് ഇപ്പം നിങ്ങൾ കൂട്ടിയാലും കൂടൂല. അത് പോട്ടെ. നിങ്ങളിപ്പം എൻ്റെ ശബ്ദവും തൊണ്ടയും പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി എനിക്ക് അല്ലലില്ലാതെ പോകാനും, അതേമാതിരി കാലിലിപ്പം ഉണ്ടായി വന്നിട്ടുള്ള ട്യൂമർ അതും ഒന്ന് ശരിയാക്കി തന്നാൽ മതി. ആഖിറത്തിനെ സംബന്ധിച്ച പ്രശ്നമല്ല. അത് വലിയ വലിയ ആലിമ്യങ്ങൾക്ക്, ഇപ്പം തലയിൽ ട്യൂമർ വന്ന് കിടക്കുന്ന ആൾക്കൊക്കെയാണ് ബുദ്ധിമുട്ട് വരിക. അപ്പം എന്തായാലും ഇനി മുതൽ അങ്ങോട്ട് ഈ നൂറെ ഹബീബി തങ്ങളെക്കുറിച്ച് വിമർശിക്കാറിന വേട്ടയാടുകയാണെന്നാണ് ഉസ്താദ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വേട്ടയാടുന്ന ആലിമ്യങ്ങൾ സാധാരണക്കാരൊക്കെ മാറി നാളി. കാരണം അത് ഇവിടം കൊണ്ട് തീരൂല. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് പരലോക ആഖിറവും പഠിച്ചവനും ഒന്നും പേടിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതേ സമയത്ത് നമ്മൾ ഇവിടെ തങ്ങന്മാരെ കറാമത്തോണ്ടാണെങ്കിലും തൊണ്ട പോയാൽ, കാല് പോയാൽ, കൈ പോയാലൊക്കെ പ്രശ്നം തന്നെയല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയണത്. അതുകൊണ്ട് ഇനി ആരും ഈ നൂറെ ഹബീബി തങ്ങളെ ഇടങ്ങാറാക്കല്ലേ. അത് പുള്ളി നിങ്ങളെ ശപിക്കൊന്നുമില്ല, പുള്ളി നല്ല മനുഷ്യനാണ്. പക്ഷെ പഠിച്ചോൻ വെറുതെ ഇരിക്കൂലല്ലോ. പക്ഷെ പഠിച്ചോൻ പണി തരും. അത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരും എത്ര പേരാ നാളത്തെ പൊതിലല്ലേ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് പറയട്ടെ, ഇങ്ങനെ ഇറങ്ങാറാണ്. നിങ്ങൾ പറയണ്ടേ, അല്ലാ നാളത്തെ പൊതില് കഴിഞ്ഞിട്ട് എന്റെ റൂഹിനെ പിടിച്ചാ മതി എന്ന് പറഞ്ഞാൽ മറ്റന്നാ പിടിക്കാനാ. എന്തിനാണ് തങ്ങൾ പാപ്പ ഈ കറാമത്തുള്ള നാക്കൊണ്ട് ഇങ്ങനത്തെ അറം പറ്റണമെന്ന് പറയരുത്. നിങ്ങളിവിടെ വേണം, നിങ്ങൾ ഹയാത്തിൽ വേണം. നിങ്ങളെ റൂഹെങ്ങാനും പഠിച്ചോൻ നിങ്ങളെ വാക്കും കേട്ട് പിടിച്ചോണ്ട് പോയാൽ, നിങ്ങളെ മനസ്സറിഞ്ഞിട്ട് പണി കൊടുക്കണ പഠിച്ചോൻ നിങ്ങൾ ഈ പറയണത് ആത്മാർത്ഥമായിട്ട് പറയാണ് എന്ന് തോന്നിയിട്ട് എങ്ങാനും അസ്രായേലിനെ പറഞ്ഞയച്ചാൽ പിന്നെ ഞങ്ങളൊക്കെ നാഥന്മാരില്ലാത്തവരായി പോകൂലേ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും പറയില്ലേ. അതോ നിങ്ങളും പഠിച്ചവരും നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിൽ പഠിച്ചവനെ ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് പറയും, കരിയാക്കണ്ട, ഇസ്രായേലിനെ വിടണ്ട, ഞാൻ ആൾക്കാരെ ഒന്ന് ഇതാക്കാൻ വേണ്ടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. നിങ്ങളും പഠിച്ചവനും തമ്മിലുള്ള ഇരിപ്പ് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതാണ്. ഇതൊന്നും കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല തങ്ങൾ പാപ്പ.
അതേ നൂറെ ഹബീബിന്റെ കുടുംബങ്ങള് ഒരുപാട് കണ്ണുനീര് കുടിച്ചിട്ടുണ്ട്. കിണറൊക്കെ പറ്റിയ നിങ്ങള് ഉസ്താദ് പിന്നെ തേനോ എന്തോ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? അത് വെള്ളത്തിൽ കലക്കിയിട്ടോ എങ്ങനെയൊക്കെയാ പറഞ്ഞിരുന്നല്ലോ. അത് അങ്ങനെ വെള്ളം കൊടുത്ത് കിണറൊക്കെ പറ്റിയിട്ടായിരിക്കും നൂറ ഹബീബിന്റെ കുടുംബക്കാർ ചിലപ്പോ പിന്നെ കണ്ണീര് കുടിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ ഈ വേനലൊക്കെ ആയിരുന്നില്ല അല്ലേ, മഴയും കാര്യമായിട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ടും ആവാം, അറിയില്ല. എന്തായാലും നിങ്ങൾ ഉസ്താദ് അല്ലെങ്കിൽ തങ്ങൾ പാപ്പ കറാമത്ത് കൊണ്ട് ആ കണ്ണീരൊന്ന് ഒഴിവാക്കിയിട്ട് കുടിവെള്ളം കിണറ്റിനാക്കാനൊന്ന് പറയണം. ഇനി അതല്ല കണ്ണീര് തന്നെ കുടിക്കണം എന്നാണ് അവർക്ക് ആഗ്രഹമെങ്കിൽ നൂറെ ഹബീബിന്റെ ഫാമിലിക്ക് കണ്ണിന്ന് നല്ല ശുദ്ധമായിട്ടുള്ള ജലം വരുന്ന കറാമത്ത്, പ്യൂരിഫയർ എന്നൊക്കെ വരുന്ന പോലെ പ്യൂരിഫൈഡ് നല്ല വാട്ടർ, മിനറൽ വാട്ടർ ആണെങ്കിൽ അതാണ് പിന്നെ ഒരു കുടിച്ചോട്ടേ നോക്കാലോ. അല്ലാത്ത കാലത്തോളം നിങ്ങളത് പരിഗണിക്കണം തങ്ങൾ പാപ്പ. ഒരുപാട് കണ്ണുനീര് കുടിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇന്ന് വേട്ടയാടിയവർ കുടിക്കുന്നുണ്ട്. നൂറെ ഹബീബി ഫാമിലിനെ കണ്ണീര് കുടിപ്പിച്ചോരുടെ കണ്ണീര് കൂടി മാറിയിട്ടുണ്ട്. ഇപ്പൊ വേട്ടയാടിയോട് കുടിക്കാൻ. അപ്പൊ അത് സോൾവ് ആയിട്ടുണ്ടല്ലേ? ശ്രദ്ധിച്ചില്ല, സോറി. ഒരു സഹോദരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്നവന്റെ കുടുംബം തകർന്നു. അറിയോ, കരഞ്ഞുകൊണ്ടാണ് അവൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇന്ന വേട്ടയാടിയവർക്കൊക്കെ ഞാനൊരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെന്റെ കൂടെ ഉണ്ടാകുമല്ലോ, ഉണ്ടാകുമല്ലോ. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് എന്റെ ഒരു ലെറ്റർ കൊടുക്കാൻ തീരുമാനിച്ചു. ആ ലെറ്റർ എനിക്ക് അയക്കല്ലേ പ്ലീസ്. ഞാൻ ഇതോടെ അനുഭവിച്ചു. തൊണ്ട പോയി, ശബ്ദം പോയി, ജലദോഷം വന്നു, 2-3 ദിവസം വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല, ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല, കാലും വേണമെങ്കിൽ ബൂമർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ആ ലെറ്ററിനെങ്കിലും നിങ്ങൾ ഇന്നൊന്ന് ഒഴിവാക്കി തരണം പ്ലീസ്. ഞാൻ ലെറ്ററും കൂടി താങ്ങാനുള്ള കെളുപ്പ് എനിക്കില്ലാത്തതുകൊണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നു തങ്ങൾ പാപ്പ. നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചൊരു കാര്യമുണ്ടേ. അപ്പോൾ ആ ഒരു സംശയമാണ്. പിന്നെ തങ്ങന്മാരല്ലേ, തങ്ങന്മാർക്ക് പിന്നെ മൂല്യന്മാരെക്കാളും അറിയാലോ. അതുകൊണ്ടാണ് നിങ്ങളതൊന്നും അതിനൊരു മറുപടി തരണം. നിങ്ങൾ നേരത്തെ ഒരു സഹോദരൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളിങ്ങനെ കൈ ചൂണ്ടുണ്ടല്ലോ, അതൊന്ന് കണ്ടിട്ട് ഞാൻ ആ സംശയം ചോദിക്കാട്ടോ. നിങ്ങളിങ്ങനെ ഇന്ന് അവൻ്റെ കുടുംബം തകർന്നു പറഞ്ഞ് നീട്ടിപ്പിടിക്കണ്ടല്ലോ, ആ നീട്ടിപ്പിടിക്കുന്ന വിരൽ ചൂണ്ടാണി വരലല്ലേ, അല്ലെങ്കിൽ ചൂണ്ട് വരലല്ലേ? ഇത് തള്ള വരല് അല്ലേ? വാസ്തവത്തിൽ ഇത് മടക്കി പിടിച്ച് ഇത് മോതിര വരല്, ഇത് ചെറിയ വരല്. അപ്പം എൻ്റെ സംശയം എന്താണെന്നറിയോ, ഉസ്താദ് ഇപ്പം മോതിരിട്ടിട്ടില്ലേ ഈ വരല്? അങ്ങനെ ഈ വിരലിൽ മോതിരിടാൻ പറ്റുമോ ഉസ്താദെ? തങ്ങൾ പാപ്പ എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. എന്നെ പോലെ അറിയാത്ത കുറേ സാധുക്കൾക്ക് അതൊരു പിന്നെ പുതിയ അറിവായിരിക്കും. അങ്ങനെ ഈ വിരലിൽ മോതിരിടാൻ പറ്റും എന്നാണ് തങ്ങൾ പാപ്പ പറയണേ. കുഴപ്പമില്ല, ശ്രദ്ധിക്കണം കേട്ടോ. ഈ വിരലാണേ, എനിക്കറിയാത്തതുകൊണ്ടാണ്. അതൊന്ന് ഉസ്താദ് പറഞ്ഞു തരാം അടുത്ത വീഡിയോയിൽ. അല്ലെങ്കിൽ ഉസ്താദിന് അറിയുന്ന ആൾക്കാർ ഈ വീഡിയോ ഉസ്താദിന് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞാലും മതി. ഉസ്താദ് ഇപ്പം മോതിരിട്ടിട്ടുള്ള ഈ വിരലിൽ മോതിരിടാൻ പറ്റുമെന്നാണ് എൻ്റെ സംശയമാണ്, മതപരമായിട്ടുള്ളൊരു സംശയം. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ.